ഇന്നലെ വീട്ടിൽ നിന്ന് എത്തിയത് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എത്തുമ്പോൾ തന്നെ ഒരു 3:30-4 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിന് ഇരിക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം അതാ ഞങ്ങളൊരു 10:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിലെത്തുമ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഇന്നലെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിട്ടുള്ളതായിരുന്നു. ഞങ്ങൾ എയർപോർട്ടിലെത്തി ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി വരുമ്പോഴേക്കും ഏട്ടൻ ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നൊരു 1.5 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ആളെന്നെ ഒന്ന് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട്. പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ടല്ല, പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഗ്ലാസിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആളകത്ത് നിൽക്കുന്നതും ലഗേജ് കളക്ട് ചെയ്യണമൊക്കെ കാണാൻ പറ്റും. ഏട്ടന് ലഗേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുത്തു. എമിഗ്രേഷൻ എന്തൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലഗേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുത്ത കാരണം അവിടെ കുറേ നേരം കാത്തു നിൽക്കേണ്ടി വന്നു. പിന്നെ അതേ ആര്യ എന്താ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് ആര്യ അതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറയുകയാണ്, ആര്യ അച്ഛൻ ലഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആര്യ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാണ്ടിട്ട്. അപ്പോൾ ഞാൻ ആരിനോട് പറയേണ്ടത്, ആര്യ അത് അച്ഛൻ വരുന്നടാന്ന് പറഞ്ഞപ്പോൾ അവ അവിടെ നോക്കി നിൽക്കുകയാണ് കണ്ടിട്ടും. ഞാനൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ വരുന്ന സമയത്തൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഇങ്ങനെ ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കും, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യൂട്ടാ. ഇത് സത്യത്തിൽ വിനേശേട്ടനും ആരിനും ഒരേ സ്വഭാവം. അങ്ങനെ യാതൊരുവിധ എക്സൈറ്റ്മെൻറ്റും ഇങ്ങനെ പുറത്തേക്കൊന്നും കാണിക്കില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അവ അച്ഛൻ്റെ അടുത്തേക്കൊന്ന് നടന്നു പോയത് തന്നെ. പിന്നെ ഇപ്പോൾ അച്ഛൻ വന്നതിന് ശേഷം പിന്നെ അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് നല്ല കമ്പനിയായിട്ട് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവന് നടക്കാനും ഒന്നും ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു നടക്കാനൊക്കെ. സീമോളാണെന്ന് വെച്ചെങ്കിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഏട്ടൻ വന്നതിൻ്റെ ശേഷം എന്താ കാറിലിരുന്നിട്ട് ഒന്ന് എണീറ്റിട്ടുണ്ട്. അതൊരു 2-3 മിനിറ്റ്, അപ്പം തന്നെ ഉറങ്ങുകയും ചെയ്തു കേട്ടോ. പിന്നെ വീട്ടിലെത്തുമ്പോഴേക്കും 4 മണി 4:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റുള്ളത്. എണീറ്റെന്ന് വെച്ചാൽ 8:30 ആ സമയമൊക്കെ ആകുമ്പോൾ 8:30 8:45 ആ സമയമൊക്കെ ആകുമ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. ഏട്ടനാണെച്ചെങ്കിൽ സിയേനെ ഉണർത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആര്യനും സിയെ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് വണ്ടിയിൽ കിടന്നിട്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഉറങ്ങാത്തത്. അപ്പോൾ ദേ അവളേനെ ഉണർത്തിയിട്ട് ഇപ്പോൾ പെട്ടിയൊക്കെ വേഗം പൊളിച്ചിട്ട് അതിൽ നിന്ന് മിഠായി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഏട്ടനെ കണ്ടിട്ടുണ്ട് വെച്ചെങ്കിൽ സീമോൾക്ക് ചെറിയൊരു പരിചയക്കുറവൊക്കെ ഉണ്ടാവുന്ന. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്നും വീഡിയോ കോൾ ചെയ്തിട്ട് വിളിക്കുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. നല്ല കമ്പനിയായിരുന്നു. പിന്നെ അവൾ അച്ഛൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ പിന്നാലെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഇങ്ങനെ ഓരോ മിഠായി ഓരോ കാര്യങ്ങളൊക്കെ കൊടുക്കില്ലേ. മിഠായിയൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ സീമോള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഏട്ടൻ പിന്നെ ആ പെട്ടി മുഴുവൻ ആ പ്ലാസ്റ്റിക്കായിട്ട് റാപ്പ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആര്യൻ്റെ അടുത്ത് തന്നെ ആ പ്ലാസ്റ്റിക് കൊണ്ടുപോയിട്ട് ചാക്കിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൻ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സീമോളാണെങ്കിൽ അച്ഛനെ എങ്ങനെയൊക്കെ സഹായിക്കേണ്ടതെന്ന് അറിയാതെ നോക്കിയിരിക്കുകയാണ്. ആ പ്ലാസ്റ്റിക്കൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ആ പെട്ടി തുറന്ന വഴി തന്നെ ഏട്ടൻ എടുത്ത് കൊടുക്കുന്നത് ഞാൻ പ്രിങ്കിൾസ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അതാണ്. അപ്പോൾ ഞങ്ങൾ തല്ലിവിടണ്ടാന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ആര്യനാണ് കേട്ടോ എടുത്ത്